ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് കേട്ടോ. സേമിയ പുട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ സേമിയ കൊണ്ട് പായസവും ഉപ്മാവും അതുപോലെ പുലാവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. ഈ ഓണത്തിന് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രഷർ കുക്കർ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സേമിയ പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് വെച്ചിട്ട് നമുക്കത് കുതിർത്തെടുക്കണം. സേമിയ ഒരുപാട് നേരം കുതിർക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കനം കുറഞ്ഞ സേമിയ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഇത് കുതിർന്നങ്ങ് പോകരുത്. ഒരുപാട് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കിത് വിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനൊരു വലിയ കപ്പിന് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്കൊരു 3 മിനിറ്റ് ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സേമിയയിൽ നല്ലതുപോലെ ഉപ്പ് പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സേമിയൊക്കെ ഈ ഒരു രീതിയിലൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പൊക്കെ ഈ സേമിയയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് എടുക്കാം. വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പുട്ടുണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചേക്കണം. സേമിയ ഇതുപോലെ നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ സേമിയ ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ആദ്യം നമ്മൾ എടുക്കുമ്പോൾ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ വെള്ളമയം ഒക്കെ മാറി കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി പുട്ടുണ്ടാക്കി എടുക്കാം. ഞാനിത് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴഞ്ഞു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. പുട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ആദ്യവും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കും അതുപോലെ മുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറേശ്ശെ സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള പുട്ടാണിത്. സാധാരണ നമ്മൾ പായസവും ഉപ്മാവും പുലാവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ പലരും ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാറില്ല. ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ നമ്മൾ അമർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വീർത്ത് ആ ഒരു രീതിയിൽ വരും. നമ്മളിതുപോലെ ഒരുപാട് പ്രസ് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പുട്ട് വെന്ത് കഴിഞ്ഞ് കുത്തി ഇടുമ്പോഴേ തേങ്ങ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ പുട്ടുകുടത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യാം. കാരണം സാധാരണ പുട്ടിനെക്കാട്ടിൽ കുറച്ചുകൂടി സമയം ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. സേമിയൊക്കെ ഒന്ന് വെന്ത് വരണം. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ആവി കൊടുക്കണം. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. പുട്ടൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പ്രഷർ കുക്കർ പരിചയപ്പെടാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയ പ്രഷർ കുക്കറാണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതേ രീതിയിലാണ് കിട്ടുന്നത്. നല്ല കട്ടിയും നല്ല ക്വാളിറ്റിയുള്ള പ്രഷർ കുക്കറാണ്. ഇത് നമുക്ക് വരുന്നത് സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് ഈ ഒരു രീതിയിലുള്ളതാണ്. നല്ല ക്വാളിറ്റിയുള്ള വെയിറ്റാണ്. PGയുടെ കുക്കറാണിത്. ഇതിന് 999 രൂപ മാത്രമേ ഉള്ളൂ. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ വാഷറും ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഒരു ബോക്സിലാണ് വരുന്നത്. നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെവിടൊക്കെ നല്ലതുപോലെ കട്ടിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ.
ഇതുപോലെ ഒരു ബോക്സിലാണ് വരുന്നത് കേട്ടോ. സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് ഈ ബോക്സിനുള്ളിലാണ് വരുന്നത്. നമുക്കിതിനകത്ത് വാറണ്ടി കാർഡൊക്കെ ഉണ്ട്, 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ പുട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. പിന്നെ ഈ ഒരു പുട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കണം ഈ പുട്ട് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി പോകും ഈ പുട്ട്. അതുകൊണ്ട് ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കണം. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള പുട്ടാണ്. ഇത് കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇനി കറികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ സേമിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പായസമാണ്. സേമിയ കൊണ്ട് നമുക്ക് ഉപ്മാവും പുലാവും ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.